നവ്യ പതിയെ പതിയെ ആദർശമായിട്ട് അങ്ങ് അടുക്കാൻ തുടങ്ങാൻ കേട്ടോ. നവ്യക്കാണെങ്കിൽ മദൻ എന്ന് പറഞ്ഞ പഴയൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ശല്യം മൂലം ഒരുപാട് നവ്യ നയനെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ അവസരത്തിലൊക്കെ നവ്യനെ നയനം ചേർത്ത് പിടിച്ച് ആദർശാണ് കേട്ടോ അതെല്ലാം പരിഹരിക്കുന്നത്. അങ്ങനെ നവ്യക്ക് നയനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ ആദർശ് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അഭിയാണെന്നുള്ള സത്യം നവ്യ തിരിച്ചറിയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയ്ക്ക് മോശക്കാരനാണെന്ന് അറിഞ്ഞിട്ട് നവ്യ ശങ്കമുട്ടി കരയുന്നുണ്ട് കേട്ടോ. മദനുമായിട്ട് ചേർന്നുകൊണ്ട് തൻ്റെ ഫോട്ടോസൊക്കെ വൃത്തിയുടെ രീതിയിൽ തന്നെ അവൻ ഫോട്ടോഷോപ്പ് ചെയ്ത് വീട്ടിലേക്ക് അയക്കുകയും അവനെ അവളുടെ അരികിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ആ ഗുണ്ടയോട് തന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പറഞ്ഞതും അഭിയാണെന്നുള്ള സത്യം നവ്യ മനസ്സിലാക്കാണ്. അങ്ങനെ അഭിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നവ്യ തിരിച്ചറിയുന്നുണ്ട്. ആ അവസരത്തിൽ നവ്യ ആലോചിക്കുകയാണ് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നവ്യ ആദർശിനോട് ക്ഷമ പറയുന്നുണ്ട് കേട്ടോ. ആദർശും നവ്യ നയനെ നിൽക്കുന്ന സമയത്ത് നവ്യ പോയിട്ട് ആദർശിനോട് പറയാണ്, ഞാൻ ഞങ്ങളോട് ചെയ്ത തെറ്റിനാണ് ഉള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല. നിങ്ങളെ മനസ്സിലാക്കാതെ അഭിയുടെ വാക്കുകൾ കേട്ട് ഞാൻ നിങ്ങളെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ചതിച്ചിട്ട് ഞാൻ അന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അങ്ങനെ അന്നൊരു തെറ്റ് പറ്റിപ്പോയി, അതൊക്കെ ഈശ്വര നിശ്ചയമായിരുന്നു, അതിനെ അങ്ങനെ കണ്ടാൽ മതി. നവ്യ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി വിഷമിക്കാതെ എന്നും പറഞ്ഞിട്ട് നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ പതിയെ നവ്യയും അഭിയുമായിട്ട് അകന്നു തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നവ്യ ഗർഭിണിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിയാണെങ്കിൽ ഇത് തൻ്റെ കുട്ടിയല്ല എന്നും പറഞ്ഞിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് നവ്യ മോശക്കാരിയാക്കാണ്. എന്നാൽ ആദർശ് ആ സമയത്ത് നവ്യയ്ക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, നവ്യ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ശരിയാണ്, നീ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. കാരണം അവള് പണത്തിന് വേണ്ടിയായിരുന്നു നിന്നെ സ്നേഹിച്ചതും എന്നെ സ്നേഹിച്ചതും എല്ലാം. അവൾക്ക് കാശുള്ള വീട്ടിൽ നല്ല ലാവിഷായിട്ട് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതാണ് അവളുടെ ഭാഗത്തുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അല്ലാതെ അവളുടെ ഭാഗത്ത് യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല. ഇപ്പം നിനക്കാണെങ്കിൽ പോലും ഇത്രയും കോടി സ്വത്തുണ്ടായിട്ടും ഏതെങ്കിലും കോടീശ്വരി വിവാഹം കഴിക്കണമെന്നായിരുന്നില്ലേ നിൻ്റെയും ആഗ്രഹം? അത് തന്നെ അവളും ആഗ്രഹിച്ചുള്ളൂ. അതിനുശേഷം നീ എന്തൊക്കെ ക്രൂരതകളാണ് അവളോട് ചെയ്തെന്നുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടോ? നീ അവളെ ആളെ വിട്ട് കൊല്ലിക്കാൻ ശ്രമിച്ചില്ലേ? നീയും അതിനുമായിട്ട് ചേർന്ന് അവളെ എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം നീ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് നവ്യ ചെയ്ത തെറ്റുകളൊന്നും ഒരു തെറ്റേ അല്ല എന്ന് ആദർശ് പറയാണ്. അങ്ങനെ എല്ലാവരും നവ്യ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആദർശിൻ്റെ വാക്കുകൾ കൊണ്ട് എല്ലാവരും വാ അടപ്പിക്കുകയാണ് കേട്ടോ ആദർശ്. അഭി പോലും പിന്നെ എതിർത്ത് പറയാത്ത രീതിയിൽ ആദർശ് എല്ലാവരോടും ശരിക്കും മറുപടി പറയുന്നുണ്ട്. നവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവളുടെ വയറ്റിലുള്ള കുട്ടി അഭിയുടെ തന്നെയാണെന്നും ആദർശിനെ പറയാണ്. അങ്ങനെ അഭി അല്ല എന്ന് ഉറക്കെ പറയുമ്പോഴേക്കും നവ്യ പറയാണ്, ഇപ്പം അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, നിനക്ക് ഞാൻ അത് ബോധ്യപ്പെടുത്തി തരും, ഇത് നിന്റെ കുട്ടിയാണെന്ന് ഞാൻ തെളിയിച്ചു തരുമെന്ന് പറയാണ്. അതിനുശേഷം നീ അംഗീകരിച്ചാൽ മതിയെന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയാണ്, നവ്യയ്ക്ക് ജനിക്കാൻ പോകുന്നത് ഈ വീട്ടിൻ്റെ അനന്തരാവകാശിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. ആദർശ് പറയണ അതെനിക്കും ഉറപ്പുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അഭി ഒരു വാക്ക് ചോദിക്കുകയാണ്. അത് കേട്ട് അനന്തപുരി ആകെപ്പാടെ ഒന്ന് ഞെട്ടിപ്പോന്നിട്ടോ. അതെങ്ങനെയാ ബ്രോ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് ഡാ എന്നും പറഞ്ഞിട്ട് അഭിക്ക് നേരെ കൈ ചൂണ്ടുമ്പോഴേക്കും, അല്ല ബ്രോ ഞാൻ ചോദിച്ചതാ, ഞാനും ഇവളുമായിട്ട് സ്നേഹത്തിലല്ലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പിന്നെ എങ്ങനെ എൻ്റെ കുട്ടി ഇവൾക്കുണ്ടാവും ചോദിക്കുമ്പോൾ നവ്യ അഭിയുടെ ഷർട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് അഭിയെ അടിക്കുകയാണ് കേട്ടോ. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും നയന പറയാണ്, അഭി നീ ആവശ്യമില്ലാത്ത വർത്താനം നിന്റെ മുത്തശ്ശീനെ മുമ്പിൽ വെച്ച് പറയരുത്, ഇവർക്ക് ഇത്രയും വലിയവരല്ലേ, ഇത്ര മുതിർന്നവർ ഉപയോഗിച്ച് നീ എന്തൊക്കെ മോശമായി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയാണ്, നിന്റെ ചേച്ചിക്ക് നിനക്കുമൊക്കെ മോശം പറയാൻ പാടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് അവളുടെ മദൻ്റെ കുട്ടി തന്നെയാണെന്ന് പറയുമ്പം നവ്യ പറയാണ്, ഇല്ല ഈ സെക്കൻഡിൽ തന്നെ നമുക്ക് പോകാം, ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യല്ല, അവരെ ടെസ്റ്റ് ചെയ്തിട്ട് നിന്റെ കുട്ടിയാണെന്ന് തെളിയിച്ചിട്ട് മാത്രമേ നമ്മളിനി ഒരു ജീവിതമുള്ളൂ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നവ്യ നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള മദ്യമാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാം തെളിഞ്ഞു കഴിയുമ്പം നീ ഗർഭിണിയാണെന്ന് പറയുമ്പം അവൻ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും എന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ്. അങ്ങനെ നവ്യ ഒറ്റയ്ക്ക് മുറിയിൽ പോയി നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വന്നിട്ട് പറയാണ്, ചേച്ചി കരയുണ്ടെന്ന് പറയുമ്പോഴേക്കും, ഇല്ല നയന, ഇത്രയും കാലം ഞാൻ നിന്നെ മനസ്സിലാക്കി പോലും ഇല്ല, നിന്നെ ആദർശിനെ ഞാൻ എല്ലാവരും മുമ്പിൽ കുറ്റപ്പെടുത്താനും നിന്നെ ഓരോ തവണ ഉപദ്രവിക്കാൻ ഞാൻ അബിയുടെ കൂടെ കൂട്ടുന്നിട്ടേ ഉള്ളൂ, നിന്നെ വിട്ട് ഇറക്കി വിട്ടപ്പോൾ പോലും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, നിന്നെ ഒരു ദിവസം കാണാതായപ്പോൾ പോലും ഞാനിവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയതേ ഉള്ളൂ, അല്ലാതെ നീ പോയി ടെൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. 10-18 വർഷം നമ്മൾ ഒരുമിച്ചാണ് ജീവിച്ചത്, പക്ഷേ അതൊന്നും തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അത്രയ്ക്കും ഈ സ്വത്തും സുഖമൊക്കെ എൻ്റെ കണ്ണിനെ മൂടപ്പെട്ടു. എൻ്റെ അമ്മയോടും അനിയത്തിയോടും അച്ഛനോടൊന്നും യാതൊരു സ്നേഹവും എനിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിക്കരയാണ്.
എല്ലാത്തിനും കൂടിയിട്ട് ഈശ്വരൻ തന്ന ശിക്ഷയാണ് അഭി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ നവ്യ. എന്നിട്ട് പറയാണ്, ആദർശേട്ടനെ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പം നിനക്കും ഈ വിധി വരില്ലായിരുന്നു, എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ലേന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, അതൊക്കെ ആദർശേട്ടൻ പറഞ്ഞ പോലെ ഈശ്വരൻ്റെ തീരുമാനങ്ങളല്ലേ, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ ആര് വേണമെന്നുള്ള കാര്യം, അത് ഈശ്വരൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ഈ ചേച്ചി വന്ന് ഓർത്ത് വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെ നയന പറയാണ്. അങ്ങനെ നവ്യ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന താഴെ കിച്ചണിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് ആദർശിൻ്റെ മുറിയിലേക്ക് പോകുമ്പം ആദർശോടെ ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, എന്താ നവ്യ എന്ന് ചോദിക്കുമ്പം, ഇല്ല ആദർശേട്ടാ, ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പം ആദർശ് അടുക്കളയ്ക്ക് വന്നിട്ട് പറയാണ്, അങ്ങനെയൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോ സമയത്ത് സംഭവിക്കുന്നതാ, അതെല്ലാം മാറിക്കോളും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇപ്പം ഏറ്റവും വലുത് നീ ഇപ്പം ഗർഭിണിയല്ലേ, നിന്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്ക്, അതാണ് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ആദർശ് അവളെ സമാധാനിപ്പിക്കുമ്പം നവ്യ വീണ്ടും പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് അവളുടെ തോളത്തിങ്ങനെ തട്ടിയിട്ട്, സാരില്ല, നീ വിഷമിക്കണ്ട, നീ ഇപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ, അത് തന്നെ അനീതിയാണ്, അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിച്ച് കരയേണ്ട ഒരാവശ്യമില്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നോട് സ്നേഹമുണ്ട്, നിന്റെ കുറുമ്പും കുസൃതിയൊക്കെ മുത്തശ്ശിയും അതൊക്കെ ആസ്വദിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പം ആ വഴി നടന്നു പോകാൻ കേട്ടോ ജലജ. അപ്പോഴേക്കും ജലജ ഇത് കണ്ടിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. പക്ഷെ ഇവർ സംസാരം ജലജ കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ അനീതി പോലെയാണെന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നീ സമാധാനിക്കുക, നീ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ് നവ്യെ പറഞ്ഞു വിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജലജ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെ ജലജ പോയിട്ട് അഭിയോട് പറയാണ്, മതിയുടെ നിൻ്റെ ഓവർ ആക്ടിങ് ഒക്കെ എനിക്ക് മനസ്സിലായി, നീ മദ്യപിച്ചിട്ടൊന്നും ഇല്ല എന്നുള്ള കാര്യം, പിന്നെ നമുക്ക് ഗോൾഡൻ ചാൻസാണ് വീണ് കിട്ടിയിരിക്കുന്നത് പറയുമ്പം എന്താ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ അതിലെ പാസ് ചെയ്ത് വന്നപ്പം നവ്യ നിൻ്റെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. അങ്ങനെയുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദർശനോട് ഒരു മാപ്പ് ചോദിക്കുന്നത് കണ്ടു. ആദർശാണെങ്കിലും അവളുടെ തോള തട്ടി അവളെ ആശ്വസിപ്പിക്കുന്നത് കണ്ടു. ഇത് നമുക്ക് നല്ലൊരു ചാൻസാണ്, എങ്ങനെയെങ്കിലും നവ്യയും ആദർശുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ച് നയനനെ ഇവിടുന്ന് ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ട് നവ്യനെ ഇവിടുന്ന് അടിച്ചിറക്കാൻ സാധിക്കും നയനനെ. അങ്ങനെ പതിയെ മറ്റവളെ നമുക്ക് ഇവിടുന്ന് ഇറക്കാം എന്നൊക്കെ പറയാണ്. അത് അമ്മ പറഞ്ഞ നല്ലൊരു ഐഡിയ തന്നെയാണ്, ഇതാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുക, ഇങ്ങനൊരു അവിഹിതം ഈ വീട്ടിൽ ആരും വെച്ച് പൊറപ്പിക്കില്ല, എന്തായാലും അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, ഇത്രയും നാളത്തെ പോലെയല്ല, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സൂക്ഷിച്ചു വേണം നീങ്ങാനായിട്ട്, അതായത് നവ്യയ്ക്കും ആദർശിനും ഇടയിലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ബാക്കി എല്ലാവരും അറിയിക്കണം, പക്ഷെ ആദർശ് നവ്യ മാത്രം ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ നയന ഈ വീട്ടിൽ നിന്നും ശങ്കത്തടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണം, ഈ ഒരു പ്രശ്നം കാരണം ബാക്കി എല്ലാവരും നവ്യനെ വെറുത്ത് അവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശിൻ്റെ ജീവിതം തകരുമെന്നും പറഞ്ഞ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ അപ്കമിങ് ആയിട്ടുള്ള ഡെയിലി എപ്പിസോഡ്സ് ഒക്കെ റിവ്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.